ഹലോ, ഞാൻ ആതിര. എല്ലാവർക്കും ലൈഫ് ആൻഡ് മേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഓർക്കിഡിൻ്റെ ഒരു ഫെർട്ടിലൈസറെ കുറിച്ചാണ് കേട്ടോ. അപ്പം നമ്മുടെ ഓർക്കിഡ്സിനകത്തൊക്കെ നല്ല രീതിയിൽ വലിയ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവാൻ, നല്ല ലോങ് സ്പൈക്കും അതുപോലെ തന്നെ നിറച്ച് പൂക്കളൊക്കെ ഉണ്ടാവാനും കൂടാതെ ഫ്രീ ആയിട്ട് ഓർക്കിഡ് തൈകൾ ഉണ്ടാകാനും വേണ്ടിയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ്, ഒരു ഓർഗാനിക് ഫെർട്ടിലൈസറെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പം വളം മറ്റൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ ഡെയിലി നമ്മുടെ കിച്ചണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് തേങ്ങ. അപ്പോൾ ആ തേങ്ങയുടെ വെള്ളമാണ് നമ്മുടെ ഈ ഓർഗാനിക് ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. മറ്റു രീതിയിലൊന്നും തന്നെ വളങ്ങൾ പ്രത്യേകിച്ച് രീതിയിൽ ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഈ തേങ്ങ വെള്ളം രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗിച്ചിട്ട് നമ്മളെ ചെടികൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഫ്ലവറിങ്ങിനും അതുപോലെ തന്നെ നല്ല തൈകൾ ഉൽപ്പാദിപ്പിക്കാനും എല്ലാം യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഫെർട്ടിലൈസർ തയ്യാറാക്കുമ്പോൾ നമുക്ക് ഇന്ന് ഉള്ള തേങ്ങ ഡയറക്റ്റ് പൊട്ടിച്ച് ആ വെള്ളം അപ്പോൾ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അതല്ല, നമ്മുടെ ചെടികൾക്ക് നല്ല രീതിയിൽ ഗ്രോത്തിന്, ചെറിയ പ്ലാന്റ്സിനായാലും അതുപോലെ തന്നെ വലിയ പ്ലാന്റ്സിനായാലും എല്ലാം ഗ്രോത്തിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുമ്പോൾ അത് ഒരു 2-3 ദിവസം വെച്ച് പുളിപ്പിച്ചിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ പലർക്കുള്ള ഡൗട്ട്, ഒരു തേങ്ങ എടുത്തു കഴിഞ്ഞാൽ ആകെ ഒരു ഇച്ചിരി വെള്ളമല്ലേ കാണൂ, ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് ചെടികളുണ്ട് എന്നൊക്കെ തോന്നും. പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫ്ലവറിങ്ങിന് വേണ്ടിയുള്ളത് അന്ന് നമ്മൾ എടുക്കുക ചെയ്യുന്നത്. അന്ന് കുറച്ച് പ്ലാന്റ്സിന് നമ്മൾ ഒഴിച്ചു കൊടുക്കും, അടുത്ത തവണ എടുക്കുമ്പോൾ അടുത്ത പ്ലാന്റുകൾക്ക് ഒഴിച്ചു കൊടുക്കും. അതല്ല, തൈകൾ നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഡെയിലി ഉള്ള തേങ്ങ വെള്ളം സ്റ്റോർ ചെയ്ത് ഒരാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് അതെടുത്ത് നമ്മൾ യൂസ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഒരു കുറച്ച് നല്ല എമൗണ്ട് നമുക്ക് തേങ്ങാവെള്ളം കിട്ടുകയും ചെയ്യും. നമ്മുടെ പ്ലാന്റ്സിനെല്ലാം ഒരു സമയമായിട്ട് നമുക്ക് എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കാനും പറ്റും, ഗ്രോത്തിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഈ തേങ്ങാവെള്ളം നിസ്സാരക്കാരനൊന്നും അല്ല, നമ്മൾ മറ്റേത് വളങ്ങൾ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിയും നല്ല റിസൾട്ട്, എനിക്ക് യൂസ് ചെയ്തതിൽ നല്ല റിസൾട്ട് തോന്നിയ ഒരു വളമാണ് ഈ ഒരു തേങ്ങാവെള്ളത്തിൻ്റെ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് മാക്സിമം ഞാനിത് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക, അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും കൂടി ഞാനൊന്ന് പറയാം. അപ്പോൾ നമ്മൾ രണ്ട് രീതിയിലാണ് നമ്മുടെ തേങ്ങാവെള്ളം ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ആ രണ്ട് രീതിയിൽ ഉപയോഗിക്കാനും ഞാൻ പറയുന്ന സെയിം റേഷ്യോ തന്നെയാണ് രണ്ടിനും യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1 കപ്പ് തേങ്ങാവെള്ളം നമ്മൾ എടുക്കുകയാണെങ്കിൽ 2 കപ്പ് വെള്ളം നമ്മൾ ആഡ് ചെയ്യുക. 1:2 എന്ന അളവിലാണ് നമ്മൾ ഫ്ലവറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഗ്രോത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോഴും ഈ ഒരു റേഷ്യോ തന്നെയാണ് എടുക്കുക. അപ്പം 1 കപ്പ് തേങ്ങാവെള്ളവും അതുപോലെ തന്നെ 2 കപ്പ് വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യം രാവിലെ മോർണിംഗിൽ തന്നെ ഇത് അപ്ലൈ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെടികൾ നല്ല രീതിയിൽ നനയ്ക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ലീഫും റൂട്ടും എല്ലാം, അതിൻ്റെ പോട്ടിംഗ് മിക്സും എല്ലാം നനയുന്ന രീതിയിൽ നല്ല രീതിയിൽ വാട്ടറിങ് നൽകുക ഫസ്റ്റ്. അത് നൽകിയതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വിട്ട് വരുമ്പോൾ, നമ്മൾ ഇലകളിലൊക്കെ തളിച്ച വെള്ളങ്ങളെല്ലാം ഒന്ന് മാറിക്കഴിയുമ്പോൾ അധികം വെയിൽ ആവുന്നതിന് മുന്നേ നമ്മൾ എപ്പോഴായാലും ഈ വളം അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മളുടെ ഈ നല്ല റിസൾട്ട് ഉണ്ടാവുക. അല്ലാതെ ഈവനിങ് ടൈമിൽ ഒരിക്കലും ഞാൻ ഈ പറയുന്ന വളങ്ങളൊന്നും തന്നെ ചെടികൾക്ക് അപ്ലൈ ചെയ്യരുത്. രാവിലെ ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം വളം കൊടുക്കുക. അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിൽ ലീഫിൽ മാത്രമല്ല, ലീഫിലും അതിൻ്റെ സ്റ്റമ്പിലും അതിൻ്റെ റൂട്ടിലും എല്ലാം ഡയറക്റ്റ് നമ്മുടെ ഈ ഫെർട്ടിലൈസർ എത്തുന്ന രീതിയിൽ വേണം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. സ്പ്രേ ചെയ്താൽ മതി കേട്ടോ, ചുവട്ടിൽ ഒഴിക്കേണ്ട, സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ എല്ലാ ഓർക്കിഡ്സിനും, നമ്മുടെ കയ്യിലുള്ള എല്ലാവിധ ഓർക്കിഡ്സിനും നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യാം. കാറ്റ്ലിയ, മൊക്കാറ, എല്ലാവിധ ഓർക്കിഡ്സിനും നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ യൂസ് ചെയ്ത് കൊടുക്കാം. അതും വാൻഡയിലും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ റൂട്ട്സ് നല്ല രീതിയിൽ താഴ്ന്നിറങ്ങുന്ന റൂട്ട്സാണ്. അപ്പോൾ അതിനകത്തെല്ലാം ഡയറക്റ്റ് കിട്ടത്തക്ക രീതിയിൽ വേണം നമ്മുടെ ഈ വളം അടിച്ചു കൊടുക്കാനായിട്ട്. നമ്മുടെ വീട്ടിൽ വെറുതെ കിട്ടുന്ന സാധനമാണ് തേങ്ങാവെള്ളം എന്ന് കരുതിയിട്ട് എല്ലാ ദിവസവും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. അത് ഒരു വളങ്ങൾ നമ്മൾ അങ്ങനെ അപ്ലൈ ചെയ്യരുത്. കറക്റ്റ് ഒരു ഇൻ്റർവെല്ലിൽ വെച്ചിട്ട് വേണം നമ്മുടെ ഈ വളങ്ങളെല്ലാം തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആഴ്ച നമ്മുടെ ഈ ഒരു വളം കൊടുക്കുന്നെങ്കിൽ അടുത്ത ആഴ്ച നമ്മൾ മറ്റൊരു വളമായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. അല്ല, സെയിം വളം എല്ലാ ആഴ്ചയിലും കൊടുക്കരുത്, മാറി മാറി അപ്ലൈ ചെയ്യുക. അടുപ്പിച്ച ദിവസങ്ങളിലും വളങ്ങൾ അപ്ലൈ ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ അത് മാക്സിമം നോക്കിയിട്ട് വേണം നിങ്ങൾ ഓർക്കിഡ്സിനകത്തൊക്കെ ഇത് പ്രയോഗിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഓർക്കിഡ്സൊക്കെ സെയിൽ ചെയ്യുന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പം ഓർക്കിഡ്സൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർ നമ്മുടെ വാട്സാപ്പിൽ കാറ്റലോഗ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് വേണ്ട പ്ലാന്റ്സിൻ്റെ പിക്ചേഴ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് സെലക്ട് ചെയ്തിട്ട് നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.